നമ്മളെ ഓഫിയ വിഷയം തന്നെയല്ല, സമസ്ത CIC വിഷയമാണ്. ഞാൻ എന്താ പറയുക, ഹുദവിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് പല കാര്യം ഓർമ്മ വന്നതുകൊണ്ട് മാത്രം. നമ്മളെ അനീഫ് ഹുദവി ഉണ്ടല്ലോ, മാഷാ ഉസാളാ, അതൊക്കെ കേട്ടാ. ഇത് എന്താ പറയാ, മാഷാ അല്ലാ. സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആകെ പറഞ്ഞിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും എല്ലാം സുന്നത്തമാകും സമസ്തയും മാത്രമാണ്. പ്രസംഗിച്ചത് മുഴുവനും സമസ്ത മാത്രമാണ്. ഇന്നലത്തെ മഴയിൽ പൊങ്ങി വന്ന ചില ആളുകള് ഇന്ന് രാവിലെ ഇത് കേൾക്കുമ്പോ നമുക്ക് നല്ലൊരു ആവേശമല്ലേ. മാഷാ അല്ലാ, നമ്മള് ഹുദവികൾ ഇങ്ങനെ സംസാരിക്കാം. എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിയോ? ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ ഒരു വാക്ക് പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരൂല എന്ന് പറയണേ അല്ലെ, ആവേശപൂർവം. അത് വന്നാലോ ഞങ്ങളെ മരിച്ച പോലെ കൂട്ടിക്കൊള്ളുന്ന അത്രയും പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പൊ അത്ര ആത്മാർത്ഥം ഞങ്ങൾക്ക് സമസ്ത പറയേണ്ട അർത്ഥം. ഈ നേരെ കേക്ക്, ഈ ഹുദവി പറയേണ്ട നേരെ ഓപ്പോസിറ്റിലാണ് ഇവരൊക്കെ ചെയ്യണ്ടേ. ഈ CIC-ക്കാര് സമസ്തക്കെതിരെ ഒരു വാക്ക് പറയാ എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഈ പറയുമ്പോ ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, AP-ക്കാരുണ്ടാവും, മുജാഹിദ് പലരും ഉണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇത് ഞങ്ങളെ സമസ്തക്കാരുടെ വിഷയം മാത്രമാണ് അല്ലെ. എന്നോട് പല ആൾക്കാർ പറയേണ്ട ഒരു വിഷയം, ഈ സോഷ്യൽ മീഡിയ പറയുമ്പോൾ എല്ലാവരും കേൾക്കൂല എന്ന് പറയും. ആ മുസ്ലിങ്ങളുണ്ടാവും, തീരെ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാവും, പല മതക്കാരുണ്ടാവും അല്ലെ, പലരും ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്കുണ്ടല്ലോ, സമസ്തനെ അറിഞ്ഞ ആൾക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട സമസ്താണ്. കാരണം എന്താ പറയുക, അത് വിശ്വാസത്തിന്റെ ഒരു പൂർണ്ണതായിട്ട് വരും അല്ലെ. നമ്മള് പിന്നെ മാലിക് യൗമിദ്ദീനിൽ വിശ്വസിക്കണല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? പ്രതിഫലം നാളിനൊരു ഉടമസ്ഥനുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നേരായ വഴിയിൽ പോകണം. അത് പടച്ചോനിലേക്ക്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച റബ്ബിലേക്കുള്ള നേരായ റൂട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്ന് ഞങ്ങള് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടത്. വാക്കിൽ മാത്രമല്ല. ഇപ്പൊ ഈ ഹുദവിന് സംസാരം നിങ്ങൾ കേട്ടോ, ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ ഞങ്ങളേക്കൊന്നൊരു പ്രവർത്തനം പോലും വരൂല, കാണൂല. അങ്ങനെ വന്നാൽ ഞങ്ങൾ മരണപ്പെട്ട പോലെ കൂട്ടിയെന്ന് ഇയാൾ പറയാനുള്ള കാരണം എന്താ? അത്രത്തോളം നമ്മൾ സമസ്തനെ ബഹുമാനിക്കണം, ഇഷ്ടപ്പെടണം, അനുസരിക്കണം, അനാദരവ് കാണിക്കരുത് എന്നുള്ള വാക്കാണ് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഈ ഒരു വിഷയത്തില് നമ്മളൊക്കെ ആദരവോടെ കൂടെ കാണണമെന്ന് സമസ്തക്കാര് നിരന്തരം കാലങ്ങളായിട്ട് പറഞ്ഞൊരു വാക്കല്ലേ. നമ്മളെ സമന്ത് പൂക്കോട്ടൂരാവട്ടെ ഓരോ നേതാക്കന്മാരല്ലേ, സമസ്ത ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് നമ്മൾ ആരെ മാറിയത്? ആർക്കാരും മാറ്റം വന്നത്? ഈ ഹുദവിസ്തവ പറഞ്ഞ പോലെ ആണെങ്കിൽ ആരെയാണ് മരിച്ച പോലെ നമ്മൾ കൂട്ടേണ്ടത്? ഒരു പ്രസംഗം ഞാൻ ഹക്കീം ഭായ്, ഇന്ന് എല്ലാവർക്കും വിഷയം ഹക്കീം ഭായ് സമസ്തയുമായി ബന്ധം. ഇന്ന് സമസ്ത CIC വിഷയം ഉണ്ടാകാൻ കാരണക്കാരൻ ആരാ? ബഹുമാനപ്പെട്ട ഹക്കീം ഭായ് ഉസ്താദല്ലേ. ചെറുതാക്കി പറയില്ല, വലിയ ആളാണ്, അത്യാവശ്യം എല്ലാ കാര്യം അറിയണ്ട, ഒരുപാട് സ്ഥാപനം നടത്തിയ ബഹുമാനപ്പെട്ട സമസ്തക്ക് ഇസ്സത്തിന്റെ ഒക്കെ പറയാ അല്ലേ. ചെറിയൊരു വിഷയമുള്ളൂ. നമ്മളെ ഈ കോലത്തിലാക്കി നമ്മളെ നാമാക്കിയ ബഹുമാനപ്പെട്ട സമസ്തയോട് നമ്മൾ എത്ര വളർന്നാലും അനാദരവ് കാണിക്കരുത്, അനുസരിക്കുക. ഇന്റെ സമസ്ത എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാനത് അനുസരിക്കണം എന്നുള്ള ബോധ്യം ഓരോ സമസ്തക്കാരനും വേണം. ബാക്കിയുള്ളവരെ പുറത്തെ ആൾക്കാരുടെ വിഷയം നമ്മൾ പറയണേ ഇല്ല. പല ആൾക്കാരുണ്ടാവൂലേ, നമ്മളത് പറയും നമ്മളെ പരിഹസിക്കാൻ വേണ്ടി AP വിഭാഗക്കാരുണ്ടാവും, പലരും ഉണ്ടാവും. നമുക്ക് വിഷയമല്ല. സമസ്തക്കാരനാണോ സമസ്തനെ അനുസരിക്കണം. ഞാൻ സമസ്തക്കാരൻ എന്ന് പറയാ, എന്നിട്ട് നേരെ തിരിച്ച് സമസ്തയ്ക്ക് എതിരെ പറയാ, അത് പാടില്ലല്ലോ. അത് കാപ്പറ്റില്ലേ. ഒരു വിശ്വാസിന്റെ ലക്ഷണം എന്താ? ഒരു വിശ്വാസിന്റെ അടയാളം എന്താണ്? അവന്റെ വാക്കും പ്രവൃത്തിയും ഒന്നേ കാരം. സമസ്തന്റെ വേദി വന്ന് ഞാൻ സമസ്തക്കാരനാണ് എന്ന് പറയാ, എന്നിട്ട് നേരെ തിരിച്ച് അങ്ങേപ്പുറത്ത് പോലും സമസ്തക്കെതിരെ പ്രവർത്തിക്കുക. അത് പാടുണ്ടോ? അത് നമുക്ക് മരിച്ചു പോകണ്ട. ഇന്ന് മറ്റേ തങ്ങൾ പറഞ്ഞല്ലോ, സയ്യിദ് ഉലമ വരുമ്പോ തെക്ബീർ ചൊല്ല അല്ലെ, ആ നിലക്ക് തെക്ബീർ ചൊല്ലാൻ പാടില്ല എന്ന് നിനക്ക് സംസാരിച്ച് തങ്ങൾ പറഞ്ഞല്ലോ. നമുക്ക് മരിച്ചു പോണം, എല്ലാവർക്കും പോണം. അപ്പൊ എന്ത് ചെയ്യാ? ഞാൻ സമസ്തക്കാരൻ എന്ന് പറയുന്ന ആള്
നമ്മളെ നേതൃത്വം 40 അംഗ മുഷാവർ കാലം പറഞ്ഞ എത്ര വലിയ നേതാവായാലും നേതാവ് തറവാട് എന്ന് പറയുമ്പോ ഓരോ വ്യക്തിക്കോ തറവാട്ടൊക്കെ പോകണ്ട. എല്ലാവർക്കും തറവാട്, എല്ലാവർക്കും കുടുംബക്കാരൊക്കെ ഉണ്ടാവും അല്ലെ? ആരാവട്ടെ, എത്ര വളർന്ന പണ്ഡിതനാവട്ടെ, സയ്യിദാവട്ടെ, വലിയ പണക്കാരനാവട്ടെ, ഇവിടെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാവട്ടെ, അവനൊക്കെ അലിഫും അദബും അള്ളാഹുവിനും പറഞ്ഞു കൊടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത ആണെങ്കിൽ, അവൻ സമസ്തക്കാരനാണെങ്കിൽ മാത്രം സമസ്തനെ അനുസരിക്കുക, നിർബന്ധമാണ്. അല്ലെങ്കിൽ ഞാൻ സമസ്തക്കാരൻ എന്ന് പറയരുത്. ഞാൻ പറഞ്ഞ വാക്ക് കേൾക്കി. ഇന്ന് ഇവരൊക്കെ താങ്ങി നടക്കേണ്ട ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസിന്റെ ഒരു വാക്ക് നിങ്ങൾ എത്ര അപകടമാണത്. ഒരു സമസ്തക്കാരന്റെ നാവുന്ന് വരാൻ പറ്റാത്ത വാക്കാണ്. ഇപ്പൊ അടുത്ത് പറഞ്ഞല്ല, കുറെ പറഞ്ഞിട്ട് എന്നിട്ടും മൂപ്പരെ തിരുത്താൻ വേണ്ടി ഇവർ ആരെങ്കിലും ചെന്നോ? ഈ പറഞ്ഞ ഹനീഫുദബിന്റെ ഉസ്താദ് പോലും മൂപ്പരെ കൂടെ ഇരുന്ന് പോയിട്ട് പരിപാടിക്ക് ശേഖരിക്കല്ലേ കേക്കി. അപ്പൊ നമ്മൾ എന്ത് വേണം? ഇത് പറയാൻ നീ ആരാ എന്ന് ചോദിക്കണ്ട, ആരും ചോദിക്കണ്ട. ഞാനെന്നല്ല, ബഹുമാനപ്പെട്ട സമസ്തനെ സ്നേഹിക്കേണ്ട ആർക്കും വിഷയങ്ങൾ സംസാരിക്കാം. നമ്മളെ ഭാഗത്തുനിന്ന് സമസ്തക്ക് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിലും വേണ്ടില്ല, വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല. സമസ്തക്കെതിരെ കാമാന്നൊരു അക്ഷരം ഒരാളേക്ക് സമസ്തക്കാരേക്ക് വരാൻ പാടില്ല. ഇത് കേക്കി. നിങ്ങൾ ഈ വിഷയം ഹക്കീം ഫൈസ് ഉസ്താദ് പറയേണ്ട ഈ വിഷയം നിങ്ങൾ അംഗീകരിക്കോ? നിങ്ങൾ പറയും. ഇത് കേക്കി. സമസ്ത അശുദ്ധിയായി, സമസ്തനെ നന്നാക്കി എടുക്കണമെന്ന് ആരെ പണ്ട് ഹക്കീം ഫൈസ് പറയാ. അത് ഒരാളേക്കൊന്ന് വരാൻ പറ്റാത്ത വാക്കാണ് അത്. നിങ്ങൾ അപകടം എന്ന് പറഞ്ഞ അത്തിപ്പുസ്തകം പറഞ്ഞ വാക്കുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയോട് അനാദരവുള്ള ഒരു വാക്ക് വന്നത് ഈമാനിന്റെ പ്രശ്നമാണ്. സമസ്ത അശുദ്ധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ പറഞ്ഞാൽ അശുദ്ധിയായിട്ടെന്ന അർത്ഥം. സമസ്ത അശുദ്ധി ആയിട്ടുണ്ട് എന്ന് ഒരാൾ പറയുമ്പോ അയാൾ അശുദ്ധിയാണ് അല്ലേ? സിറാത്തുൽ മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞ എന്താണ്? അത് ഞാൻ സമസ്ത എന്ന് പറഞ്ഞ പോരാ. നമ്മളെ ജീവിതം അല്ലെ, നമ്മൾ സമസ്തക്കാരനാവുന്നതോട് കൂടെ ഇത് പല ഭൗതികപരമായ കാര്യങ്ങൾ മാത്രമല്ല, സമസ്ത അഭൗതികമാണ്. സമസ്ത അഭൗതികമായിട്ടുള്ള റൂട്ടുകളുണ്ട്. മഹാനായ ശംസുൽ ഉലമ അടക്കമുള്ള വലിയ വലിയ ഔലിയാക്കന്മാർ ഇന്നും സമസ്തനെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ നമുക്ക് അനുസരിക്കാൻ എന്താണ് പേടി? നമ്മൾ എന്തിനു സമസ്തനെ സംശയിക്കണം? സമസ്തക്ക് അശുദ്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സമസ്തനെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം ഹക്കീം ഫൈസിക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ? ബഹുമാനപ്പെട്ട സമസ്തന ശംസുലം അടക്കമുള്ള മഹാന്മാരെ നിയന്ത്രിക്കുന്നു എന്നുള്ള വിശ്വാസം സയ്യിദുമാർക്കോ CIസിനെ താങ്ങി നടക്കേണ്ട പണ്ഡിതന്മാർക്കോ നാടന്മാർക്കോ മുതലാളിമാർക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ സമസ്തക്കെതിരെ പറയൂല, കളിക്കൂല അല്ലെ? നമ്മള് കറാമത്തുകളും ശംസുലം ഇടപെടും, ബാക്കിയുള്ള വർത്താനം സ്റ്റേജിൽ വന്ന് പറഞ്ഞാ പോരാ. അബ്ദുസ്വന്ന് പൂക്കോട്ടൂർ അടക്കമുള്ള നേതാക്കന്മാർ പലപ്പോഴും നമ്മൾ എത്ര കേട്ടതല്ലേ? നമ്മളെ അനുഭവത്തിൽ ഉണ്ടോ ഇല്ല എന്നുള്ള വിഷയമല്ല, എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ അനുഭവങ്ങൾ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തന്റെ മുഷാമാറികളിലെ മെമ്പർമാർ പലരും ഇന്നും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുമായി ആത്മീയ ബന്ധമുള്ള ആൾക്കാരാണ്. മുഷാവറ മെമ്പർമാർ മാത്രമല്ല, ബഹുമാനപ്പെട്ട സമസ്തനെ ആത്മാർത്ഥമാര് സ്നേഹിക്കേണ്ട സാധാരണക്കാരനും ഉസ്താദന്മാർക്കും എല്ലാവർക്കും പൊതുവെ ആ അനുഭവം ഉണ്ടാവും. പറയൂല. അത് പറയാത്ത ഒരുപാട് സമസ്തക്കാരുണ്ട്. എന്താ പറയാത്ത? ഇത് പറയേണ്ട വിഷയങ്ങളല്ല, ഇത് അനുഭവിക്കണം നമ്മള്. ഈ രസം സമസ്തയിലൂടെ കിട്ടും. മരണപ്പെട്ടു പോയ മഹാന്മാർ നമ്മളെ സഹായിക്കാൻ, നമ്മൾ ആത്മീയമായിട്ട് നിയന്ത്രിക്കാൻ ഉണ്ട് എന്നുള്ള ഒരു സുഖം കിട്ടിയാൽ പിന്നെ നമ്മൾ ആരെ പേടിക്കണം? ഇതുപോലെ പറയാൻ വേണ്ടി സമസ്തക്കാരനല്ലാതെ പറ്റുമോ? ഇതാണ് റൂട്ട്, ഇതാണ് സിറാത്തുൽ മുസ്തഖീമായി വരുന്നത്. ഞങ്ങൾ ഉറച്ചു പറയാൻ കാര്യം ഞങ്ങൾക്ക് ഇത് അനുഭവമാണ്. സമസ്ത ആ സമസ്ത ശുദ്ധില്ല എന്ന് പറഞ്ഞ ആരാണ് പറയണ്ടേ? ഇത് നിങ്ങൾ വലിയ ഹോജയായിട്ട് കൊണ്ടു നടക്കുന്ന സമസ്ത മാറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞ ഹക്കീം ഫൈസിന്റെ വാക്ക് നിങ്ങൾ അംഗീകരിക്കോ? CIസിന്റെ വേദിയിൽ നിങ്ങൾ മൂപ്പരെ സപ്പോർട്ട് ചെയ്യോ? മൂപ്പർക്ക് എതിരെ പറയോ? ഹക്കീം ഫൈസ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഈ തങ്ങന്മാര് പറയോ? SYSന്റെയും SKSFന്റെയും ബാക്കിയുള്ള സംഘടനാ മെമ്പർഷിപ്പും ബാക്കി ഇട്ടുകൊണ്ട് സമസ്തക്കാരനാവൂല. സമസ്തയോട് മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള അനുസരണ വേണം, ഇഷ്ടം വേണം. നാവ് കൊണ്ട് പറയണ്ടല്ല, അത് കൽബിൽ വേണം. അത് നിങ്ങളേക്കലുണ്ടോ? എത്ര ഞാൻ ആരെ മുമ്പിൽ വന്ന് പറയും? ഇപ്പൊ ഞാൻ കുവൈത്തിലുണ്ട്. ഈ കുവൈത്തിൽ എനിക്കെതിരെ പറയണ്ട, അല്ലെങ്കിൽ സമസ്തക്കെതിരെ ഞാൻ ഈ പറഞ്ഞ വാക്ക് കളവാണ് എന്നുള്ളോ എന്റെ ഒരു അഭിപ്രായം നേതാക്കന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരും, എവിടെയും വരും, സംസാരിക്കും. ഇങ്ങനെ തർക്കിക്കാനൊന്നുമില്ല, നേരിട്ട് സംസാരിക്കും. ബോധ്യമാണ് സമസ്ത. നമ്മളെ പരിപാടിക്ക് വരുമ്പോ
അല്ലല്ലേ നമ്മളെ പരിപാടിക്ക് വന്ന് സ്റ്റേജിൽ നിന്നിട്ടോ വാക്കിലോട്ട് ഇരുന്ന് സംസാരിച്ചു കൊണ്ട് ഒരു കാര്യമില്ല. നമ്മളെ മനസ്സിൽ ഇന്നത്തെ സയ്യിദ് ഉലമ അടക്കമുള്ള നേതാക്കന്മാരോട് നമ്മളെ മനസ്സിൽ എന്താ നമ്മൾ ഉറപ്പിക്കണം. എന്തള്ളത്? കഴിഞ്ഞ പ്രാവശ്യം പോലും പരിപാടിക്ക് പോയപ്പോ നിങ്ങൾ കുറച്ചാൾക്കാരുടെ പ്രശ്നക്കാര് ഇവിടെ വന്ന് മിണ്ടാതിരിക്കും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു സ്റ്റേജിന്റെ മുമ്പിൽ ഒരു വേദിയിൽ പോയി മിണ്ടാതിരിക്കാൻ കാരണം പറഞ്ഞാൽ എന്താ പറയാ, ഞങ്ങൾ അത്ര അർഹരുള്ളൂ. ബഹുമാനപ്പെട്ട സമസ്തയുമായി ബന്ധപ്പെട്ട ബാനറിന്റെ മുമ്പിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ പോയി കസലിക്കാൻ യോഗ്യത ഞങ്ങൾക്കില്ല എന്ന് ബോധ്യം ഞങ്ങൾക്കുണ്ട്. സ്റ്റേജിൽ ചെന്നിരിക്കുക, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ നേരെ സമസ്തയ്ക്ക് എതിരെ പറയുക. എത്ര കപടന്മാരുണ്ട്. ഈ ഞാൻ പറയേണ്ട വാക്ക് ഞാൻ ആ വ്യക്തിനെ പറയില്ല. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരാളല്ല. സ്റ്റേജിൽ ഇരിക്കലോ നേതാവാവലോ പ്രസംഗിക്കലോ ഒന്നുമല്ല. ഞാൻ സമസ്തക്കാരനാണ്, ഞാൻ സമസ്തയെ അനുസരിക്കുമെന്ന് പറയും വേണം. നമ്മുടെ ജീവിതത്തിൽ അത് വാണേനു. അത് സാധാരണക്കോട് പറയാനുള്ള വാക്ക് മാത്രമല്ല. ഇത് കേക്ക് അക്കീഫസിന് വാക്ക് ഇത് കേക്കാക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു യഥാർത്ഥ സമസ്തക്കാരന്റെ മനസ്സിന്ന് ഒരു നാവുന്നല്ല, ചിന്തയിൽ പോലും വരാൻ പാടില്ല ഈ വാക്കുകളൊന്നും. കേക്ക് ഇനിയിപ്പോ കുറച്ച് സമയം ഇപ്പൊ ഈയിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ചിലതൊക്കെ പരിഗണിക്കും കേൾക്കും എന്നൊക്കെയാണ്. കാരണം ഇമേജ് അത്ര മേൽ ഇടിഞ്ഞിട്ടുണ്ട്. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ആരെ പറയണ്ടേ? നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ? അശുദ്ധിയല്ല നടന്നത്. മീഡിയ ലോകം കണ്ടിട്ടില്ലേ? സമസ്ത നടന്ന അശുദ്ധിയാണെന്ന് എന്ത് വാക്കാണ് ഇതൊക്കെ? ഇതൊക്കെ പറയാൻ മാത്രം അക്കീം ഫൈസ് ആയിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ആയിട്ടുണ്ടോ? ഈ അക്കീം ഫൈസ് ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ ആരെങ്കിലും പോയി തിരുത്തി കൊടുക്കോ? ഇത് അക്കീം ഫൈസ് ഇത് നിങ്ങൾ പറയില്ലേ എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഓൻ കമ്മ്യൂണിസ്റ്റുകാരൻ, ഓൻ പാണക്കാട് വിരോധി, ഓൻ ലീഗ് വിരോധി, ഓൻ നാട്ടിലെ ഫിതനക്കാരൻ അല്ലെ? എല്ലാ നാട്ടിലും ഇന്നത്തെ ഇതൊക്കെ പറയേണ്ട ആൾക്കാരുടെ അവസ്ഥ എന്താ പറയുക? നാട്ടിൽ പോയാലാവട്ടെ എവിടെ പോയാട്ടെ ഒരു ഒറ്റപ്പെടുത്തലും ഒരു കുറ്റം പറച്ചിലും ഈ ആൾക്കാരോട് നേരിട്ട് ഒരാളും സംസാരിക്കൂല. ഒന്ന് നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോ റാത്തല്ലേ സന്തോഷല്ലേ, നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഓൻ മറ്റേതാ, ഓൻ ഷജറേ, ഓൻ ലീഗ് വിരോധിയാ. മുഖാമുഖം നിന്ന് സംസാരിക്കാൻ കുട്ടികൾ വരുമോ? സാക്രിഫൈസ് ഈ പറഞ്ഞൊരു വാക്ക് ഒരു സമസ്തക്കാരനെ സംബന്ധിച്ചാണ്. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ ലീഗിന് വേണ്ടി രാഷ്ട്രീയം മാത്രം പറഞ്ഞ ആൾക്കാരുടെ വിഷയം നമുക്കത് ഓലെ വിടാ. ഓൽക്കത് വിഷയമല്ല. ഓൽക്ക് മെയിൻ ഭൗതികമായ താല്പര്യം പലതും. നമുക്കതല്ലല്ലോ. നമ്മൾ എന്തിനാണ് ബഹുമാനപ്പെട്ട സമസ്തനൊപ്പം നിൽക്കണ്ടേ? നമുക്ക് സംഘടനാ സെറ്റപ്പിനുമാണെങ്കിൽ ഇവിടെ AP-ക്കാരില്ലേ, ഇവിടെ മുജാഹിദാരില്ലേ, ഇവിടെ ജമാഅത്തേർ, വേറെ എത്ര സംഘടനക്കാരുണ്ട്. നമുക്ക് ഭൗതിക വിദ്യാഭ്യാസം നേടാൻ എന്തിന് സമസ്ത എന്തിനാ അല്ലെ? നമുക്ക് ആത്മീയമായിട്ടൊരു വഴിയുണ്ട്. അതിന് ബഹുമാനപ്പെട്ട സമസ്തമാണെന്നുള്ള നമ്മളെ വിശ്വാസം. വിശ്വാസമല്ല, ഞങ്ങളെ അനുഭവമാണ് അതെന്ന്. ഇയാൾ വാക്കേക്കി പഴയകാലത്തുണ്ടായിരുന്ന സംസ്ഥാന നേതാക്കന്മാരാണ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗിനെയും മതസംഘടനയായിട്ട് സമസ്തയും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നേതൃത്വം മാറി അവർക്ക് തന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാന്ന് തോന്നുന്നു. നോക്കി നിങ്ങൾ ഇതൊക്കെ ഞാൻ ഒരു വ്യക്തിനെ തങ്ങളാണ് അത് പറയില്ല, ഉള്ള കാര്യം പറയല്ലോ. സമസ്തന്റെ നേതൃത്വം മാറി, സമസ്ത ഇപ്പൊ പഴയ റൂട്ടിൽ അല്ലാന്ന് ആരാണ് പറയണ്ടേ? മീഡിയകൾ വന്ന് നമ്മളാരാ എന്താ എഴുതുമ്പോ പ്രശ്നം ഉണ്ടാക്കല്ല എന്ന് പറയല്ലോ. MSF-ന്റെ പ്രസിഡന്റ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാണ് പരസ്യമായിട്ട് സമസ്തന്റെ നേതാക്കന്മാർ മാറി സമസ്തന്റെ റൂട്ട് തെറ്റി എന്ന് പറയുമ്പോ ഇത് ചെറിയ വാക്കല്ല. ഒരു ഹൗസ് ഡ്രൈവർ ഇന്നപോലത്തെ ഹൗസ് ഡ്രൈവർമാരോ പെയിന്റ് പണിക്കാരോ കൂലിപ്പണിക്കാരോ പറഞ്ഞ പോലെയല്ല, നേതാക്കളാണ് ഇവരൊക്കെ. ഇവരിങ്ങനെ പറയുമ്പോ നമ്മളെ പോലത്തെ ഇത്രയെങ്കിലും പറയണ്ടേ സമസ്തന്റെ റൂട്ട് മാറിയെന്ന്. അപ്പൊ അപകടം ഉണ്ട്. ആർക്കാണ് അപകടം? ഞാൻ പറഞ്ഞുതരാ. നമുക്ക് എന്താ അറിയോ, നമുക്ക് ഇന്നേ പല തെറ്റുകളും വന്നു പോയി. വ്യക്തിപരമായിട്ട് പല പ്രശ്നങ്ങളും വന്നു പോയിട്ടുണ്ട്. സാമ്പത്തിക ശുദ്ധിയില്ല. ഒരുപാട് നേതാക്കന്മാരറിയാം സാമ്പത്തിക ശുദ്ധിയില്ല, ലൈംഗിക ശുദ്ധിയില്ല. അങ്ങനെ വന്നു പോയ LMF-ന്റെ ഗാനമേള കാര്യങ്ങൾ എന്ത് തോന്നിമാസം ചെയ്തൊരു അവസ്ഥക്ക് നമ്മൾ മാറി. നമുക്ക് റൂട്ട് തിരിയോ അല്ലേ? നമ്മൾ മുസ്ലിം എന്ന് പേര് കൊണ്ട് പറഞ്ഞാ പോരാ. ഇത് പ്രയാസമുണ്ടോ? മതത്തിന്റെ നിയമങ്ങളും മതപണ്ഡിതന്മാര് പറയുമ്പോ ഇത് വിശ്വാസി അല്ലാത്ത ആൾക്കത് പ്രയാസമാണ്. ഒരു പെണ്ണിന്റെ സ്ത്രീയുടെ മുഖം മറച്ച് പോകണമെന്ന് പറയുമ്പോ അത് അവിശ്വാസിനെ സംബന്ധിച്ചിട്ട് പ്രയാസമാണ്. 5 വക്ത് നിസ്കരിക്കണം എന്ന് പറയുമ്പോ അത് വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് പ്രയാസമാണ് അല്ലേ? അങ്ങനെയല്ലേ?
മൗലൂദും റസൂലിനെ കുറിച്ചുള്ള മധുഹികൾ പറയണം എന്ന് പറയുമ്പോൾ അത് അവിശ്വാസിക്ക് പരിഹാസമാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസിക്ക് അത് ലഹരിയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്കൊക്കെ അവന് സന്തോഷം, അള്ളാന്റെ മുമ്പിലേക്ക് അവന് പോകാൻ ആഗ്രഹിക്കും. അല്ലാത്തവന് കുളത്തിന്ന് വെള്ളത്തിന്ന് മീനിനെ പുറത്തേക്ക് എടുത്തിട്ട പോലെ അവൻ പെടയും പള്ളിക്ക് പോയാല്, അല്ലേ? അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമസ്തക്കാരൻ എന്ന് സമസ്തക്കാരൻ എന്ന് പറയേണ്ട ആൾക്കാരോട് മാത്രം ആവർത്തിച്ച് പറയാൻ കാര്യം ഇത് ഒരുപാട് ആൾക്കാർ വന്ന് ഉപദേശിക്കുന്ന ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും. സോഷ്യൽ മീഡിയ തന്നെ പറയും. ഇന്ന് ഈ ഹക്കിനെതിരെ, ഈ സിറാത്തുൽ മുസ്തഖീമായ വഴിനെതിരെ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് സോഷ്യൽ മീഡിയ വഴി ആകുമ്പോ ഈ സോഷ്യൽ മീഡിയ കൂടെ തന്നെ ഇത് പറയേണ്ടി വരും. പറയണ്ടോലും മിണ്ടാതിരുന്നാൽ അതിന് അർഹരില്ലാത്ത ആൾക്കാർ ഇന്നെപ്പോലത്തെ പൊട്ടന്മാർ വന്ന് പറയേണ്ടി വരും. അതന്നെയാണ്, അല്ലെ? അർഹരായ ആൾക്കാർ സംഘടന ബാക്കിയുള്ള അധികാരങ്ങളും പേടിച്ചിട്ട് മൗനം മാറ്റിയിരിക്കുമ്പോ ഇന്നെപ്പോലത്തെ പൊട്ടന്മാർ ഔഷധന്മാർ വന്ന് സംസാരിക്കേണ്ടി വരും. നിങ്ങളൊക്കെ സംസാരിക്കാൻ നിന്നാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ മിണ്ടാതിരിക്കും, അല്ലെ? ഇനി ഏതെങ്കിലും ഉസ്താദന്മാർ വന്ന് സംസാരിച്ചാൽ, അമീഫേസിനെ പോലത്തെ സമസ്തയുമായി ബന്ധപ്പെട്ട സമസ്തനെ കൂടെ നിൽക്കേണ്ട ആലിമ്യങ്ങൾ വന്ന് സംസാരിച്ചാൽ ആ ആൾക്കാർ നിങ്ങളെ ഭാഷ എന്താണ്? സയ്യിദ് ഉലമ പോലും നിങ്ങളെ ഭാഷ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അല്ലേ? തോന്നിമാസം പറയാൻ പാടുണ്ടോ? ഇവരൊന്നും ആരും തിരുത്തൂല, അല്ലെ? നിങ്ങൾ കേക്കിത് ഇന്റെ മനസ്സിന് ഈ വാക്ക് പോണില്ല. 10-60 54-60 വയസ്സ് പ്രായം ഉണ്ടാവല്ലോ. ഇത്രയും കാലം ശംസുലമ്മ അടക്കമുള്ള മഹാന്മാരെ കണ്ട്, അല്ലെ? നമ്മൾ കൂടെ നിൽക്കേണ്ട ഫോട്ടോ മുട്ട സമസ്തക്കാരനാവൂല. ഇന്ന് പലരും വിടുണ്ട് ശംസു ഉലമന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ, കൂടെ നടക്കുന്ന ഫോട്ടോകളൊന്നും കരൽ കുട്ടികളെ. ഫോട്ടോ ഇല്ല, കണ്ടാലും കണ്ടില്ലെങ്കിലും ആ മഹാന്റെ കൈ പിടിച്ചവരാണെങ്കിലും കൈ പിടിക്കാത്തവനാണെങ്കിലും അറിയാൻ പറ്റും, ആ മഹാൻ അറിയാൻ വേണ്ടി പറ്റും. ഇത് പറയുമ്പോ പലർക്കും വിശ്വാസം ഉണ്ടാവില്ല. ഇന്ന് സുന്നി എന്ന് പറയേണ്ട പല ആളുകൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം പറയുമ്പോ പരിഹാസമാണ്. മറഞ്ഞ മാർഗങ്ങളില്ലേ? അത് സമസ്തക്കുണ്ട്. അത് വിശ്വസിക്കണം മാത്രമല്ല, അത് അനുഭവിക്കാൻ നമ്മൾ കൊതിക്കണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അത് അനുഭവിച്ചാലും പറയാത്ത എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് കള്ള കറാമത്തുകൾ പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കേണ്ട കള്ളന്മാരുണ്ടാവുമ്പോ അനുഭവമുള്ള ആൾക്കാർ പറയൂല. നമ്മൾ ഒരാൾ കേട്ടുകാണ്ട് സമസ്തക്കാരനാവും. നമ്മൾ ജീവിച്ച് നമ്മൾ സമസ്തക്കാരനാവണം, അല്ലെ? ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയത്തിൽ വിഷയം ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഈ നമ്മളെ ഉദവിന്റെ പേരെന്താ, ഹനീഫ് ഉദവിന്റെ ആവേശപരമായി സംസാരിക്കണ്ടല്ലോ. ഓനൊക്കെ നിൽക്കേണ്ട സ്ഥാപനത്തിൽ നിന്ന് സമസ്ത മുഷാവറ മെമ്പറെ പുറത്താക്കിയില്ലേ? ഇന്ന് സമസ്തക്കും വേണ്ടി ഞങ്ങൾ സമസ്തക്കാരാണ് എന്ന് പറഞ്ഞ് SMFന്റെ വേദി നടക്കേണ്ട ആൾക്കാര് പട്ടിക്കാട് ജാമ്യാനൂരിൽ നിന്ന് സമസ്തന്റെ മുഷാവറ മെമ്പറെ പുറത്താക്കിയില്ലേ? അല്ലേ? SMF എന്ന് പറഞ്ഞാൽ എന്താ? സുന്നി മഹല്ല് ഫെഡറേഷൻ, സുന്നിന്റെ മഹല്ലിന്റെ ഫെഡറേഷൻ. അത് എന്താണ്? സമസ്തക്കാരനായ സുന്നിന്റെ. എന്നിട്ട് സംഘടന ഉണ്ടാക്കിയിട്ട് സമസ്തക്കെതിരെ കളിക്കുക. ഇനി എന്തിനോടാണ് എനിക്ക് സംഘടന? എന്തിനാണ് നേതാവുണ്ട്? ആദരവ് കുറഞ്ഞു എന്ന് പറയണ്ട. സമസ്തയോട് അതവും അനുസരണയില്ലെങ്കിൽ നിങ്ങൾ ആദരിക്കും എങ്ങനെ? സമസ്തന്റെ കൂടെ നിൽക്കുമ്പോണ്ടാവുന്ന ആദരവ് ഉണ്ടാവില്ല. അത് പ്രത്യേക ഇഷ്ടമാണ്. സമസ്തനെ സ്നേഹിക്കുന്ന സയ്യിദുമാർ ഞങ്ങൾ ഇഷ്ടപ്പെടും. അത് റബ്ബ് കൊടുക്കേണ്ട ഇഷ്ടമാണ്, അല്ലെ? സമസ്തനെ സ്നേഹിക്കേണ്ട ആലിമീങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടും, ഞങ്ങൾ അനുസരിക്കും. അത് അള്ളാഹു തരേണ്ട ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്ന അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം മലക്കുകളെ അറിയിക്കും. അങ്ങനത്തെ ഒരു പ്രസ്ഥാന സമസ്തന സമുദായം ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രസ്ഥാന, ബഹുമാനപ്പെട്ട സമസ്ത. അപ്പൊ ആ സമസ്തയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു, അല്ലേ? അത് നമ്മളാരെയും കുറെ കാലം സംസാരിച്ച് സമസ്തക്കുമാണ് നിങ്ങളാരെയും പ്രസംഗിച്ചിട്ട് ഒന്നുമല്ല. അത് അതിനെ ഇവിടെ സ്ഥാപിച്ച മഹാന്മാരുടെ ജീവിത വിശുദ്ധിയാണ്. അതിന്റെ അടിത്തറ മഹാന്മാരുടെ ജീവിത വിശുദ്ധിയാണ്. ആ വിശുദ്ധി ഇന്നത്തെ നേതാക്കന്മാർക്കുണ്ട്. നിങ്ങൾ ഇല്ലാന്ന് പറയണ്ട. ഞാൻ ഒരിക്കൽ സയ്യിദ് ഉലമനെ കുറിച്ച് പറഞ്ഞപ്പോ സയ്യിദ് ഉലമന്റെ അയൽവാസി പറഞ്ഞു, ഇത് മൂപ്പരെ കണ്ടകണ ഇന്റെ അയൽവാസിനെ പറഞ്ഞോട് കളിയാക്കിയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ച ആളാണ് ആര്? അബൂജാല്. മുത്തുനബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയായിരുന്ന ആര്? അബൂജാല്. റസൂലിനെ കണ്ടിട്ട് അബൂജാലിന് റസൂലിനെ മനസ്സിലായോ? അത് മനസ്സിലാൻ കുറച്ച് പണിയുണ്ട്, അല്ലെ?
എന്നാൽ അതേ സ്ഥാനത്ത് മുത്തുനബിനെ ഒരിക്കൽ പോലും കാണാത്ത ഉവൈസുൽ ഖർനിക്ക് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടില്ലേ? ആഷിഖു റസൂലേനു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കാണലല്ല, കണ്ടാലും കണ്ടില്ലെങ്കിലും ഇഷ്ടപ്പെടണം. അതാണ് ഹുബ്ബ് അല്ലെ? അപ്പൊ സയ്യിദ് ഉലമനെ ഞങ്ങൾ കണ്ടോ, ഞങ്ങൾ കൈ പിടിച്ച് അവരെ കൂടെ നടന്നോ? കൂടെ നടക്കേണ്ട ഈ കള്ളന്മാരുണ്ടാവൂലേ? പറയാൻ വേണ്ടി പറ്റൂല. അള്ളാഹു കാക്കട്ടെ അല്ലെ? നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ക്ലിയർ ആവണം. അപ്പൊ എന്നോട് ഇത് ക്ലിയർ ആണ് ചോദിക്കും. ക്ലിയർ ആവാൻ ഞാൻ റബ്ബിനോട് തേടും, റബ്ബ് ക്ലിയർ ആക്കും. അതല്ല വിശ്വാസം അല്ലെ? ഇന്റെ തെറ്റുകൾ പുറത്തു കൊണ്ട് റബ്ബേ എന്ന് റബ്ബിനോട് പറഞ്ഞ റബ്ബ് മാനിച്ചു തരും. റബ്ബിനെ പോലെ പൊറുക്കേണ്ട ആരാടെ ഉള്ളത്? അള്ളാഹുവിനെ പോലെ പുറത്തുതരാൻ പറഞ്ഞു ഇവിടെ ആരുള്ളത്? അപ്പൊ നമ്മ റബ്ബിനോട് പറയുമ്പോ ഇതെന്താ നിങ്ങള് പലിശ മാന്താൻ വേണ്ടി പോവാ? പോലെ കൊട്ടാരം പണിയണം, എങ്ങനെയെങ്കിലും പൈസ മാന്തി ഉണ്ടാക്കണം. രാഷ്ട്രീയക്കാരെ കാര്യം പറയിപ്പിക്കണ്ട. നിങ്ങൾക്ക് അവസ്ഥ എന്താണ്? ആയിരക്കണക്കിന് കോടി റുപ്യ ഖജനാവെന്ന് മുക്കല്ലേ ഏത് രാഷ്ട്രീയക്കാരനും. നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന് തീരുന്നതോട് ഒരു ഇഷ്ടമില്ലാത്ത? എന്തുകൊണ്ടാണ്? ഹറാമ് പള്ളിയിലുണ്ട്. ഹറാമ് പള്ളിയുള്ള ഒരാൾക്ക് ഈ ഹക്കിനെ തിരിയൂല. ഈത്ത പട്ടിണി കിടന്നിട്ട് ഈത്തപ്പഴത്തിന്റെ ചോളെടുത്തിട്ട് ഒരു കുട്ടി ഒരു സ്വഹാബിയുടെ മകൻ പള്ളി ഇറക്കിയപ്പോഴേ അത് ഛർദിപ്പിച്ച പാരമ്പര്യമാണ് അഹ്ലുസുന്ന. എന്താ കാരണം? ഹറാമായത് ഇന്റെ കുട്ടിന്റെ പള്ളി ഉണ്ടാൻ പാടില്ല എന്ന് ആ പിതാവിന്റെ നിർബന്ധമാണ്. ഹക്കിനെ തിരിയൂല. കണ്ണിയത്തുസ്താദിന്റെ സൂക്ഷ്മത തൊള്ള കൊണ്ട് പറഞ്ഞാ പോരാ. പ്രസംഗിക്കുമ്പോ പലതും പറയല്ലോ അല്ലെ? മീൻ വാങ്ങാൻ വേണ്ടി പോയപ്പോ ഒരൊറ്റ മീന് അയാൾ ഏറിട്ട് കൊടുത്തപ്പോ അത് തിരിച്ചു കൊണ്ടേ കൊടുത്ത കണ്ണിയത്തുസ്താദിന്റെ കഥ നമ്മൾ പറഞ്ഞാ പോരാ. നമ്മളേക്ക് അത് വേണം. കടം വാങ്ങിയിട്ട് കൊടുക്കാതെ ആഡംബരമായി ജീവിക്കേണ്ട എത്ര ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയ വന്ന് സമസ്തക്കാരെ ഉപദേശിക്കണേ, സമസ്ത അശുദ്ധ എന്ന് പറയണേ, സമസ്ത ശരിയില്ല എന്ന് പറയണേ. ഈ പറയേണ്ട ആൾക്കാർ ശരി ഉണ്ടാവൂല. അവനവന്റെ ജീവിതത്തിലേക്ക് പോവുക. അന്റെ ജീവിതത്തില് അന്റെ ഒരു അവസ്ഥ എന്താന്ന് നീ സ്വയം ചിന്തിക്കുക. എന്നിട്ട് സമസ്തക്ക് എതിരെ പറയാനിക്ക് അല്ലെ? സ്റ്റേജ് കെട്ടികൾ കുറെ തൊപ്പിട്ട് താടിയും വെച്ച് പോലെ സംഭവം ഒരു കാര്യമില്ല. നാവുന്ന് വരേണ്ട വാക്കും നമ്മളെ ഉള്ളിൽ ഒന്നാവണം. 100 വർഷം എന്നല്ല, ആയിരക്കണക്കിന് വർഷം ഇവിടെ ജീവിച്ചാലും അല്ലെ, നമുക്ക് റബ്ബിനെ തിരിയാണ്. നമ്മൾ സ്വയം ശുദ്ധിയാവണം. കുറെ കിതാബ് കലക്കി കുടിച്ച നമ്പർ, ഇന്ന ആയത്ത്, ഇന്ന നമ്പർ, ഇന്ന ഹദീസ് എന്നൊക്കെ പറയാ. എത്ര വഹാബികളുണ്ട്? അള്ളാഹുവിന്റെ ദീനെ തിരിയാത്ത വഹാബികളല്ലേ? ഓർക്ക് എല്ലാം അറിയൂല. നമ്മളെക്കാട്ടിലേറെ വിവരം ഓൽക്കുണ്ടാവൂലേ? നമ്പർ ഇങ്ങനെ പറയും. തർക്കിക്ക നല്ല ഉഷാറായിക്കാരം. എന്നാ ഓനക്ക് എന്താണ് മാലിക് യോമിന്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവൂല. എത്ര ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് പള്ളിയൊക്കെ വരണ്ട? ഞാൻ മുമ്പ് പറഞ്ഞ വിഷയമാണ്. സ്ഥിരമായിട്ട് പള്ളിയൊക്കെ വരണ്ട 60 വയസ്സിലൊരു കാക്കനോട് വെച്ചു, മുസ്തഫ നമ്മൾ പള്ളിക്കൊക്കെ പോകണ്ടല്ലോ ഫുള്ള്, അള്ളാഹ് ഉണ്ടാന്ന്. അവിടെ എത്തിയ അവസ്ഥകള് എന്താ തോന്നാനുള്ള കാരണം എന്താണ്? ആ ചിന്ത വരാനുള്ള കാരണം ഞാൻ വ്യക്തിനെ പറയല്ല, അത് ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല. നിരീശ്വരവാദം, യുക്തിവാദം, യുക്തി ചിന്തിക്ക, ചോദ്യങ്ങൾ വരാത്ത കോലത്തില് നമ്മളെ മനസ്സിൽ ഒരിക്കൽ പോലും സംശയം വരാത്ത കോലത്തില് നമ്മൾ ജീവിക്കണം. മരണം വരെ ജീവിക്കണ്ടേ? ഇതാണ് വിഷയം. ഇവരൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നും ഇവര് കൂടില്ലോ അല്ലെ? എത്ര കൊല്ലായി സമസ്ത വാഫിയ വിഷയം തുടങ്ങിയിട്ട് എന്താണ് തീരുമാനം ആവാത്ത? നേതാക്കന്മാരായി നടക്കേണ്ട പല ആളുകൾ കാപ്പട്യം ഇത് പലരും അറിയാത്തത് കൊണ്ടല്ല, അവര് തിരുത്തി ബഹുമാനയുടെ സമസ്തയുടെ കൂടെ നിക്കട്ടെ എന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം. എല്ലാവർക്കും അറിയാം ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്. പരാത്തെന്താ വെച്ചാല് അവരെ മാനം കെടുത്തണ്ടാച്ചിട്ടാണ് അല്ലെ? നമ്മണ്ടല്ലോ ക്ഷമിച്ച് ബഹുമാനപ്പെട്ട സമസ്തയെ പോലെ ക്ഷമയുള്ളൊരു പ്രസ്ഥാനം വേറെ ഉണ്ടാവൂല. നിങ്ങൾ ലീഗിനെതിരെ കളിച്ചു നോക്കി, നിങ്ങൾ ലീഗിനെതിരെ ഒരു വാക്ക് പറഞ്ഞു നോക്കി, നിങ്ങൾ ലീഗ് അന്ന് പുറത്താക്കും. നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾക്ക് PMA സലാമിന്റെ വാക്ക് കേൾക്കണോ? നിങ്ങൾ കേൾക്കി. പാർട്ടിനെ അനുസരിക്കണം, ഉപദേശം കൊടുക്കണേ അല്ലേ? പാർട്ടിനെ എല്ലാവരും അനുസരിക്കണം, ഇന്നാലോ സമസ്തനെ അനുസരിക്കണ്ട. അത് പാടുണ്ടോ? പാർട്ടിക്കെതിരെ ഒരു വാക്ക് ഏതെങ്കിലും ഒരു കുട്ടി എന്നെ പറഞ്ഞാൽ ഓനെ പിറ്റേ ദിവസം പൊടിച്ച് പുറത്താക്കും. ഇവിടെ ചെങ്ങാന്റെ പ്രസംഗം അങ്ങനെ പോരല്ലോ. എന്താണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. പാർട്ടിയേക്കാൾ വലിയ ആളാണ് ഞാൻ എന്ന് തോന്നിയാൽ അന്നത്തോടുകൂടി ഞാൻ അവസാനിക്കുന്നു.
നോക്കിങ്ങളെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ ആളാണ് ഞാൻ ചിന്തിക്കാൻ പാടില്ലാന്ന്. ആരെ PMS പറയണ്ട, ഒരു കാലത്ത് ലീഗിൽ നിന്ന് പോയ ആളാണ്. ഒരു കാലത്ത് മുസ്ലിം ലീഗിനെ പച്ച തെറിയും ബാക്കിയുള്ള പറഞ്ഞ ലീഗിൽ നിന്ന് പോയ PMS നമ്മളെ വന്ന് പഠിപ്പിക്കണേ അല്ലേ? പാർട്ടിനെ അനുസരിക്കണം. ഇതെല്ലാം സമസ്ത പറഞ്ഞുള്ളൂ. സമസ്ത പറയുമ്പോ സമസ്ത അശുദ്ധിയായി. ഈ അക്ടിഫാജിക്ക് സമസ്ത അനുസരിച്ച് വിഷയം ഉണ്ടാവുന്ന വിഷയം ഉണ്ടാവോ? ഇത് കേക്ക്, ബാക്കിയോട് കേക്ക്. കണ്ടാ തൊള്ളട്ട് പറയണേ, പാർട്ടിയോട് തീരുമാനം പറഞ്ഞാൽ പാർട്ടിക്കൊപ്പം നിൽക്കണമെന്ന് PMS ലീഗിന്റെ സെക്രട്ടറി പറയുമ്പോ ഇതേ നിലപാട് സമസ്തക്കാരന് പറയാൻ പാടില്ലേ? സമസ്ത പറയുമ്പോ സകല ലീഗിനേറ്റക്കാർ ഓത്തുകൊണ്ട് വരുമല്ലോ. ഷാജിനെ പോലത്തെ ആൾക്കാരെ ചെറുകയറാൻ പാടില്ല, മറ്റേ പാടില്ല പറഞ്ഞിട്ട് പാർട്ടിക്കെതിരെ മിണ്ടാൻ പാടില്ല. എന്നാൽ സമസ്തക്കെതിരെ ആർക്ക് എന്ത് തെറികളും പറയാ. സമസ്തക്കാരനെ ഇസ്ലാം തന്നെ പുറത്താക്കും നിങ്ങൾക്ക്. സമസ്ത ഞാൻ സാറിനൊക്കെ പറയാം, സമസ്തന്റെ ജിഫിതനെ അടക്കുന്ന നേതാക്കൾ പറഞ്ഞിട്ട് എന്തും പറയാ. ലീഗിനെതിരെ മുണ്ടാൻ പാടില്ല, ദീനിന്ന് പുറത്ത്. ഇതാണോ നിങ്ങളെ ദീന്? ഇതാണോ ദീന്? PMS സാഹിബേ കേക്ക്. മാറ്റേ നിങ്ങൾ കേട്ടാ ലീഗിന്റെ വിഷയത്തിൽ സെയ്ദ് സാദിഖ് അലി ശിഹാബ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അത് നമ്മളൊക്കെ അനുസരിക്കണം എന്ന് പറയാം. ഇന്ന് ഇതേ നിലപാട് എന്ത് സമസ്തക്ക് പറയാൻ പാടില്ല കുട്ടികളെ? ഇത് പറയാൻ പാടില്ലേ? ഞാൻ പറയുമ്പോ ഇവിടെ വന്ന് തെറി വിളിക്കണ്ടേ? അതിന് കുവൈത്തിലുള്ള ലീഗരുണ്ടെങ്കിൽ KMCCക്കാരുണ്ടെങ്കിൽ ഞാൻ വരും, നിങ്ങളെ മുമ്പ് ഒന്ന് ഇതേ വെച്ച് ഞാൻ സംസാരിക്കും. നിങ്ങളെ പോലെ അടിക്കാൻ എന്നെ കൊണ്ട് കയ്യിലോട്ടോ, അടിക്കാൻ വരില്ല. അടിക്കിട്ടേ കൊണ്ട് നിൽക്കില്ല, വേറെ വിഷയം. മാന്യമായിട്ട് സംസാരിക്കുക. രാഷ്ട്രീയ എന്നോട് വേണ്ട, മാന്യമായിട്ട്. ഇവിടെ ഒരുപാട് സ്ഥലം കണ്ടല്ലോ, ഉള്ള ഒഴിവില്ല. വീട്ടിലെ പണിക്കാരൻ ഹൗസ് ഡ്രൈവറാണ്, ഒഴിവ് പോലെ വരും, എവിടെയും വരും. ഇതുവരെ ഈ കാലം വരെ സോഷ്യൽ മീഡിയ പറഞ്ഞ വിഷയങ്ങളിൽ നേരിട്ട് സംസാരിക്കാൻ ആരെ മുമ്പിലും വരും. ലീഗിനെ അനുസരിക്കണം, സമസ്തനെ അനുസരിക്കണം. സമസ്തനെ ആർക്കും തെറി വിളിക്ക. സമസ്തക്കെതിരെ ഈ PMS പറഞ്ഞപ്പോ ഈ PMS പരാതി കൊടുത്തിട്ട് നിങ്ങൾ എടുത്തോ? ആ പരാതി സ്വീകരിച്ചോ? പിന്നെ സാജിനെ പോലത്തെ ആൾക്കാർ എത്ര പറഞ്ഞില്ലേ? ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അംഗങ്ങൾ ഒരു തീരുമാനമെടുത്താൽ പിന്നെ നമുക്കതിൽ ഒരു അഭിപ്രായവും പറയാനില്ല. ഇത് കേട്ടങ്ങളെ, അത് വ്യക്തിയുടെ തീരുമാനമല്ല, വ്യക്തികളുടെ തീരുമാനമല്ല, സമസ്തയുടെ ഔദ്യോഗിക തീരുമാനമാണ്. നിങ്ങൾ കേട്ടാ, സമസ്തയുടെ ഔദ്യോഗിക തീരുമാനമാണ് എന്ത്? ഏതൊരു വിഷയം സമസ്ത അവസാന വാക്ക് പറഞ്ഞ അമ്മ അനുസരിക്ക എന്ന് ആരെ പറയണ്ടേ? ഈ പറയേണ്ട അബ്ദുൾ സമദ് പൂക്കോട്ട് ഇന്ന് CHന്റെ കൂടെ അല്ലേ, ഇന്ന് അക്കീഫേസിന്റെ കൂടെ അല്ലേ? തൊള്ള കൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. എത്ര വർഷം നമ്മളൊക്കെ ഈ അന്ന് നല്ല അന്നേകാരം, അന്ന് മോശം എന്ന് പറയില്ല. എന്ത് പറ്റി ഇവർക്ക് അല്ലാഹു ആലം അല്ലേ? എന്ത് പറ്റില്ല ഒരൊറ്റ ഇതിപ്പോ നിങ്ങൾ പൂക്കോട്ടിന് കേട്ടി എല്ലാം കേട്ടില്ലേ? അടുത്ത് വേറെ ക്ലിപ്പിട്ടരാ. ഇതൊക്കെ നമ്മളെ മുമ്പിൽ വന്ന് പറഞ്ഞാ പോരാ. നേതാക്കന്മാരുടെ നിലപാട് ഇത്. ഈ പറഞ്ഞ പൂക്കോട്ടൂര് പോലും കഴിഞ്ഞ പ്രാവശ്യം ബഹാദൂർ ഉസ്താദ് പൂക്കോട്ടൂർ അടക്കള നേതാക്കന്മാർ അക്കിമസിന് കൂടെ വേദി പങ്കിട്ടില്ലേ? നിങ്ങൾ പരിപാടി അല്ലേ? നിങ്ങൾ CHന്റെ പരിപാടിക്ക് പോയി മൊയ്തീനെ ഒന്നും പോടാന്നല്ല, അത് PMS ഇന്നോട് പറയണ്ട. അന്റെ നേതാക്കന്മാരോട് പോയി പറയേ, കാബടന്മാരോട് ചെന്ന് പറയേ, ഇന്നോട് പറയണ്ട കേട്ടോ. ഞാൻ നേതാക്കന്മാരെ പോലെ അവിടെ ഒരു വാക്ക് പറഞ്ഞില്ല. പറഞ്ഞ വാക്ക് മാറ്റില്ല, മനസ്സിലായോ? പറഞ്ഞ വാക്ക് ഇന്നുവരെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? സമസ്തന്റെ കൂടെ നിൽക്കുമ്പോ മാറ്റി പറയേണ്ടി വരൂല. അക്കീം ഫൈസിനെ കുറിച്ച് ഞാൻ ഒരറ്റത് എല്ലാവരും കേട്ടതാണെങ്കിൽ പോലും ഒന്നുകൂടി കേൾക്കുന്നത് നല്ലതാണ്. സമസ്തനെ അനുസരിക്കുക. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇന്ന് ആരെ കൂടെ നിൽക്കണം? അക്കീം ഫൈസിന്റെ കൂടെയല്ലേ നിൽക്കണ്ടേ? ഞങ്ങളെ അടി വന്ന് അക്കീം ഫൈസിനെ പറ്റി കുറ്റം പറയാ, അങ്ങാപ്പുറത്ത് പോയിട്ട് അക്കീം ഫൈസിനെ എന്ത് ചെയ്യാ? പൂമായിട്ട് സ്വീകരിക്കുക. ഇത് നിലപാടാണോ? ഇത് നിലപാടാണോ? ഇവിടെ പുത്തനേന്റെ പ്രസംഗം ഇവിടെ ഇത് നിലപാടാണോ? ഏകി നമ്മൾ എന്താ പറ, നമ്മൾ വല്ല തുരുപ്പന്മാരും പ്രശ്നക്കാരും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പാടുന്നു പറഞ്ഞ ഉപദേശങ്ങളും ഈ പറയേണ്ട കാര്യം തെറ്റെന്ന് ആരെങ്കിലും പറയാം? അതില്ല. നേരിട്ട് സംസാരിക്കുക, അതില്ല. എല്ലാത്തിനും തെളിവുകളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നോക്കിങ്ങളെ, ഈ പറയുന്ന ആള് ഇയാളിതാ കേട്ടാ, ഇയാൾ കൃത്യമായിട്ട് പറയും വിഷയം. എന്നിട്ട് ഇയാളും ഇപ്പൊ അയാളെ കൂടണേ. ഇത്രയും കാലം സമസ്തന് കൂടെ നിന്ന് പ്രവർത്തിച്ച് ഈ പ്രായത്തിൽ സമസ്തക്കെതിരെയുള്ള ഒരു അവസ്ഥ ഓർത്ത് നോക്കി. അള്ളാഹു കാക്കട്ടെ.
അത്തയ്യാത്ത ഒതു മുറിഞ്ഞ പോലെ ആവൂലതൊക്കെ ആവൂലത് കേക്കി. പാലക്കാട് കുടുംബവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുമായി തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കൊന്നും ഒന്നും പോരുത് കേക്കി. ഹക്കീം ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ മനസ്സിലാക്കിയ എന്റെ ശരീക്ക് കൂടിയാണ്. ആ ഹക്കീം ശരിക്കാണ്. ഫൈസിയെ സംബന്ധിച്ച് നേരത്തെ നമുക്ക് അദ്ദേഹം ഈ തീരുമാനത്തിന് വിധേയനാകേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തീരുമാനം വരുന്നതിന്റെ 4 ഇത് ദിവസം നോക്കിങ്ങളെ അദ്ദേഹത്തിന്റെ എല്ലാ കക്ഷിക്കാരും അല്ലെ അയാൾ ആ തീരുമാനത്തിന് വിധേയപ്പെടേണ്ട ആളാണെന്ന് ആരാ പറയണ്ടേ? പുത്തനായ ഉസ്താദ് പറയാ. ഇതേ പുത്തനായ മൊയ്തീൻ ഫൈസ് ഉസ്താദ് ആരെ കൂടെ പോയി നിൽക്കുക? അക്കീം ഫൈസിന്റെ ആൾക്കാരെ കൂടെ പോയി നിൽക്കുക. ഇതൊക്കെ തിരുത്തിക്കണ്ടേ? പ്രായം നോക്കണ്ട. ഞാൻ പറഞ്ഞതോ സമസ്തക്കെതിരെ കുട്ടിയായാലും വലിയ ആളായാലും സമസ്തക്കെതിരെ പറഞ്ഞ സമസ്തക്കാരൻ പറഞ്ഞു. ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ കഴിയൂല. അത് പറയാൻ നീ ആരായെന്ന് ചോദിച്ചാൽ ഓരോരുത്തരോടും ഞാൻ ഒന്ന് മറുപടി പറയേണ്ട വിഷയം എന്തോ ഓർമ്മ വെച്ച കാലം മുതലേ സമസ്തക്കാരനാണ്. ഒരിക്കൽ പോലും ബഹുമാനപ്പെട്ട സമസ്തയോട് മോശപ്പെട്ട ചിന്ത ഈ കൽബിൽ വന്നിട്ടില്ല. പിന്നെ എന്ത് എനിക്ക് പറഞ്ഞൂടെ? ഞാൻ പറയും എന്നോട് ഇനി പറയണ്ട എന്ന് പറഞ്ഞ ആളെ ഞാൻ എന്തുകൊണ്ട് പറയണ്ട ഞാൻ ചെന്ന് ചോദിക്കും. എന്തുകൊണ്ട് പറയണ്ട? പറയണം. ഇവരൊക്കെ നല്ലോണം ഇതാകണം. കാബടന്മാരല്ലേ? ഇത് കേക്കി. അതിന്റെ കൂടെ എല്ലാ കക്ഷിക്കാരുമായിട്ട് പൂക്കുളത്തൂർ കുഞ്ഞാപ്പു ഹാജിയുടെ വീട്ടിൽ വളരെ രഹസ്യമായി നിങ്ങൾ സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ ഈ സംഭവങ്ങൾക്ക് ആകെ തകരാറ് ആകെ കോളാവുന്നേ. എന്തേ? പൂക്കുളത്തൊരു കുഞ്ഞാപ്പോജിനെ പെരയ്ക്ക് അക്കീം ഫൈസിന് ഒറ്റക്ക് വിളിച്ചു കൊണ്ടുപോയി എല്ലാ നേതാക്കന്മാർ ഈ സുഹാബി നേതാക്കന്മാര് ഈ പുത്തനെ അടക്കമുള്ള നേതാക്കന്മാരെ വിളിച്ചു കൊണ്ടുപോയിക്കാണ് ഇയാള് തിരുത്താൻ വേണ്ടി പറഞ്ഞിട്ട് ആ അഹങ്കാരി തിരുത്തിയില്ലാന്ന്. അല്ലെ ഈ അഹങ്കാരിനെ താങ്ങി നടക്കണോ ചെങ്ങന്മാരെ? ഈ അഹങ്കാരിയായ അക്കീം ഫൈസ് താങ്ങി നടക്കണോ? എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കേ? സമസ്തയോടുള്ള ആദബ് സാധാരണക്കാരെ മുമ്പിൽ വന്ന് ആവേശം പൊട്ടി പറഞ്ഞാ പോരാ. അത് അവനവന് വേണം. ഞങ്ങൾക്ക് സമസ്ത അദബാണ്. ഓർമ്മ വെച്ച കാലം മുതൽ സമസ്തയുടെ കൊടി പിടിച്ച് നടന്ന മനുഷ്യന്മാർ ഓരോരുത്തരും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് ഇവിടെ മറ്റോ ആണ്ടില്ലല്ലോ അത് ഇങ്ങോട്ടില്ലല്ലോ പറയും. അങ്ങനൊന്നല്ല. പരിപാടിക്ക് വന്നാലും പരിപാടിക്ക് പോയാലും നേതാവായാലും സ്റ്റേജിൽ നിൽക്കേണ്ട ആളായാലും സമസ്തന്റെ മദ്രസ പഠിച്ചൊരു കുട്ടിക്ക് സമസ്തക്കെതിരെ ആര് വന്നാലും പറയാ. ആര് മോശപ്പെട്ട വാക്കി നാവുന്ന് വരൂല, ജന്മത്തിൽ വരൂല കേട്ടോ. ലീഗുകാരെ പോലെ മോശപ്പെട്ട വാക്ക്, കമ്മ്യൂണിസ്റ്റുകാരെ പോലെ, മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ, സംഘികളെ പോലെ മോശപ്പെട്ട വാക്ക് സമസ്തക്കാരനെ നാവുന്ന് വരൂല. വന്ന പരസ്യം ഒരു മാ പറയും. തിരുത്തു ഞാന് കേട്ടോ. ഇത് കേക്കി. സംഘടന പ്രവർത്തന വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ തീരുമാനം വന്നപ്പോ അതിന്റെ 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ സമസ്തക്ക് വിധേയനാകും. നിങ്ങൾ ഇതൊക്കെ നേടിയെടുത്തത് സമസ്തയുടെ കേന്ദ്രമായ വളാഞ്ചേരി മർക്കസിൽ വെച്ചാണ്. അവിടുത്തെ മുദ്ദരിസ് മറ്റൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ സമസ്തക്ക് വിധേയനാണ്. സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഏത് നല്ല വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരാനും ഒക്കെ ഉള്ള അവസരമാണ് ഈ കേരളത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കിങ്ങള് അല്ലെ ഈ അക്കീം ഫൈസിന് നമ്മളെ ഈ സമുദ്രപ്പൂക്കോടിനെ അടക്കപ്പോലത്തെ ഈ പുത്തനെ പോലത്തെ നേതാക്കന്മാർ വിളിച്ചു വരുത്തി ഒറ്റയ്ക്ക് പോലും നിങ്ങളൊന്ന് അനുസരിക്കുക, ഒന്ന് അടങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അടങ്ങി നിൽക്കാത്ത അനുസരിക്കാത്ത അല്ലെ അള്ളാഹു ഇബ്ലീസ് എത്ര കാലം ചെങ്ങന്മാരെ മലക്കൾ ഉസ്താദായി എത്ര നൂറ്റാണ്ടല്ല ആയിരക്കണക്കിന് വർഷം മലക്കുകളെ ഉസ്താദായ ഇബ്ലീസിനോട് അള്ളാഹു പറഞ്ഞു സുജൂദ് ചെയ്യേ. അനുസരിച്ചില്ല. അനുസരിക്കണം. നമ്മളെ നാമാക്കിയ ബഹുമാനപ്പെട്ട സമസ്തന ഓരോ നേതാക്കന്മാരും അനുയായികളും ഓന് സമസ്തന്റെ ഒന്നുമല്ല കൂട്ടി, സാധാരണക്കാരനെ കൂട്ടി. നമ്മളൊക്കെ സമസ്തന്റെ സാധാരണക്കാർ, നമ്മൾ ഒന്നുമല്ല. നമ്മൾ സമസ്തനെ സ്നേഹിക്കുന്ന സാധാരണക്കാരാണ്. നമ്മളെന്ത് വേണം? നമ്മളെ സമസ്ത നേതൃത്വം ഒരു കാര്യം പറഞ്ഞു അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമ്മളേക്കൊന്ന് വരാൻ പാടില്ല. അത് അവസാന വാക്കണേ. PMA ഇസ്ലാമി ലീഗിന്റെ പ്രസിഡന്റ് പറഞ്ഞ അനുസരിക്കണമെന്ന് പറഞ്ഞ പോലല്ല. സമസ്തന്റെ നേതൃത്വം പറഞ്ഞാൽ അത് ചെറിയൊരു സംഘടനയല്ല, അത് സംഘടനയല്ല, അത് അള്ളാഹുവിന്റെ ദീനിന്റെ നേരായ രൂപമാണ്. അത് തൊള്ള കൊണ്ട് പറഞ്ഞ വാക്കല്ല. അത് ഞങ്ങളെ സമസ്തക്കാരുടെ അനുഭവമാണ്. അതിന് APക്കാരെന്നല്ല, മുജാഹിദരെന്നല്ല, സമസ്തക്കാരെന്നല്ല, സംസ്ഥാനക്കാരെന്നല്ല, ആര് പറഞ്ഞാലും ഞങ്ങൾക്കത് വിഷയമല്ല. ഞങ്ങൾക്ക് സമസ്ത രസാണ്, അത് ആനന്ദാണ്, സമസ്ത ആവേശമാണ്, സമസ്ത
അല്ലെ? അപ്പൊ ഞങ്ങൾ സമസ്തനെ അറിഞ്ഞ ഒരാൾക്ക് സമസ്തക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ കേട്ടിക്കാളം മനസ്സ് പോലും ഉണ്ടാവൂല. അള്ളാഹുവിന്റെ റസൂലിനെ ഒരു മുള്ളു കുത്തിയാൽ പോലും ഞങ്ങൾ ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞ സ്വഹാബത്തിനെ പോലെ സമസ്തക്കെതിരെ ഒരു വാക്ക് ഓടുന്ന കേട്ടാൽ സമസ്തക്കാർ ഇതുപോലെ പറയും. ഇതുവരെ പറഞ്ഞ വാക്കിൽ ആർക്കെങ്കിലും, ഞാനിപ്പോ കുവൈത്തിലുണ്ട്, ഈ കുവൈത്തിലുള്ള ഏതെങ്കിലും KMCC-ക്കാർക്കോ ലീഗുകാർക്കോ സുഹാബിയക്കോ ഹുദവിയക്കോ വാഫിക്കോ ഞാൻ പറഞ്ഞ വിഷയത്തിൽ തെറ്റ എന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ തരാം, ഞാൻ അവിടെ വന്ന് സംസാരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.